24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് പ്രതിഷേധിക്കുന്ന 21 വൈദികരുമായി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ചർച്ച നടത്തുന്നു. ചർച്ചയ്ക്കായി മാർ ജോസഫ് പാംപ്ലാനി ബിഷപ്പ് ഹൌസിലെത്തി. ചർച്ചയിൽ വിശ്വാസമുണ്ടെന്നും അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പ്രതികരിച്ചു. മേജർ ആർച്ച് ബിഷപ്പിന്റെ വിക്കർ ഈ അച്ഛന്മാരായിട്ട് 21 അച്ഛന്മാരുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ ഈ ചർച്ചയിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട് വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പരിഹാര ഫോർമുല, ഒറ്റ രാത്രി കൊണ്ട് എല്ലാ പ്രോബ്ലം തീരില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു ചർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ ഒരു ഉറപ്പ് കളക്ടർ സാറിന്റെ മുൻപിൽ വെച്ച് മാർ ജോസഫ് പാംപ്ലാനി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളും അദ്ദേഹത്തിനോട് പറഞ്ഞു കൺസ്ട്രക്റ്റീവായിട്ടൊരു ചർച്ച നടത്താം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്. ACP ജയകുമാറും കൊച്ചി DCP അശ്വതി ജിജിയും ബിഷപ്പ് ഹൌസിൽ എത്തിയിട്ടുണ്ട്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അഭിനന്ദ്, 21 വൈദികർക്കും ഈ ചർച്ചയിൽ വലിയ വിശ്വാസമുണ്ട് എന്ന് അവർ പ്രതികരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ ചർച്ച തുടങ്ങിയിട്ടുണ്ടോ? ഏത് രീതിയിലാകും ചർച്ച പുരോഗമിക്കുക? എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ട്? പ്രവിത, എറണാകുളം ബിഷപ്പ് ഹൌസിൽ ഇപ്പോൾ പ്രതിഷേധ പ്രാർത്ഥന നടത്തുന്ന 21 വൈദികരും ഒപ്പം തന്നെ മേജർ ആർച്ച് ബിഷപ്പ് വികാരി മാർ ജോസഫ് പാംപ്ലാനിയും തമ്മിലുള്ള ചർച്ച ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായും എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് നേതൃത്വത്തിൽ ഇന്ന് ചർച്ച നടന്നിരുന്നു. ഒപ്പം ഔദ്യോഗിക വിഭാഗത്തിലുള്ള ആളുകൾ, ഒപ്പം തന്നെ ഈ അൽമായ മുന്നേറ്റത്തിന്റെ മതിരൂപതാ സംരക്ഷണ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഈ ചർച്ചയുടെ ഭാഗമായിരുന്നു. അതിന് പിന്നാലെയാണ് മാർ ജോസഫ് പാംപ്ലാനി തലശ്ശേരിയിലേക്ക് പോയ മാർ ജോസഫ് പാംപ്ലാനി അടിയന്തരമായി തന്നെ കൊച്ചിയിലെത്തുന്നു. ജില്ലാ കളക്ടർ നേതൃത്വത്തിലുള്ള ചർച്ചയ്ക്ക് ഫലമായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. ഇത് പോസിറ്റീവായി തന്നെയാണ് ചർച്ചയെ കാണുന്നതെന്നാണ് മാർ ജോസഫ് പാംപ്ലാനി അല്പസമയം ബിഷപ്പ് ഹൌസിൽ കയറുന്നതിന് മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇതോടുകൂടി ഒരു അന്തിമമായ പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അൽമായ മുന്നേറ്റത്തിന്റെ മതിരൂപതാ സംരക്ഷണ സമിതിയുടെ വികാരികളും വൈദികരും ഒക്കെ തന്നെ. 21 വൈദികരാണ് കഴിഞ്ഞ ജനുവരി 9-ാം തീയതി വെള്ളിയാഴ്ചയോടുകൂടി ബിഷപ്പ് ഹൌസിൽ പ്രതിഷേധവുമായി എത്തിയത്. അവർ പ്രധാനമായും ഉന്നയിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന് അടക്കമുള്ള ആളുകളുടെ ഏകാധിപത്യ നിലപാടിനെതിരെയാണ് തങ്ങൾ പ്രതിഷേധിക്കുന്നതെന്നായിരുന്നു. ആ പ്രതിഷേധം ഇന്നലെയോടെ കയ്യാങ്കളിയിലേക്ക് പോകുന്നു. പോലീസുമായി ബന്ധപ്പെട്ട് വലിയ അക്രമ സംഭവങ്ങൾ ബിഷപ്പ് ഹൌസിൽ അരങ്ങേറുന്നു. അങ്ങനെ പോലീസിനെതിരെയും പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിലാണ് എറണാകുളം ജില്ലാ ഭരണകൂടം തന്നെ നേരിട്ട് ചർച്ച വിളിക്കുന്നത്. ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മാർ ജോസഫ് പാംപ്ലാനി ഇന്ന് ഇവിടെ എത്തി ഈ 21 വൈദികരുമായുള്ള സമവായ ചർച്ചയിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പ് അദ്ദേഹം ബിഷപ്പ് ഹൌസിൽ പോകുന്നതിന് മുമ്പ് ഈ ചർച്ച വളരെ പോസിറ്റീവായുള്ള ഒരു നിലപാടിലേക്ക് അത് പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിനകത്ത് 2 കാര്യങ്ങളാണ് ഇനി പ്രധാനമായും ഉത്തരം നൽകേണ്ടത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം, ഒപ്പം തന്നെ 21 വൈദികർക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങളിൽ വ്യക്തത വരുത്തും. ഒപ്പം തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമോ എന്ന കൊച്ചി DCP അച്യുത ജിജിയുടെ ചോദ്യത്തിന് ഉത്തരം അത് ആലോചിച്ചതിന് ശേഷം ഉണ്ടാകും ആ തീരുമാനം എന്നതാണ്. എന്തായാലും എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം മാർ ജോസഫ് പാംപ്ലാനിയുടെ ചർച്ചയിലൂടെ ഒരു മഞ്ഞുരുക്കത്തിലേക്ക് പോകുന്നു എന്നുള്ള സാധ്യതകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത്. വിവരങ്ങൾ നൽകിയത്. നോക്കാം ഇനി ശബരിമലയിലെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് വാർത്തകൾ തുടരുന്നു. MLA സ്ഥാനം രാജിവെക്കുമെന്ന അഭ്യൂഹം തള്ളാതെ PV അൻവർ. നാളെ രാവിലെ 9 മണിക്ക് സ്പീക്കറെ കാണുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയ ശേഷമാകും വാർത്താ സമ്മേളനം. തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വം എടുത്തതോടെ ഉണ്ടാകുന്ന അയോഗ്യതാ ഭീഷണി മറികടക്കാനാണ് PV അൻവറിന്റെ നീക്കമെന്നാണ് സൂചന. നിലവിൽ കൊൽക്കത്തയിലുള്ള അൻവർ നാളെ പുലർച്ചെയോടെ തിരുവനന്തപുരത്തെത്തും. പാർട്ടിയിൽ ഔദ്യോഗികമായി ചേരാനുള്ള നിയമ തടസ്സവും അടുത്ത 5 വർഷത്തേക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന കുരുക്കുമാണ് അൻവറിനെ രാജിയെന്ന ചിന്തയിലേക്ക് എത്തിച്ചത്. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ പൂട്ടിയിട്ട കടയിലും വെച്ച് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായെന്ന് പോലീസ്. അതേസമയം കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 28ആയി. കേസന്വേഷണത്തിന് DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 28 പേരാണ് 3 ദിവസത്തിനിടെ അഴിക്കുള്ളിലായത്. 14 FIRകളാണ് 2 പോലീസ് സ്റ്റേഷനുകളിലായി ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. നിലവിൽ 3 പേർ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത്. കേസ് അന്വേഷണത്തിനായി DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ 25 അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു.
അതേസമയം എഫ്ഐആറിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് 4 പേർ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്ന് എഫ്ഐആറിൽ പറയുന്നു. കൂടാതെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വെച്ച് കാറിൽ കയറിയ പെൺകുട്ടിയെ തൊട്ടടുത്ത പൂട്ടിയിട്ട കടയുടെ പരിസരത്ത് വെച്ചും ചില പ്രതികൾ ബലാത്സംഗത്തിനിരയാക്കി. പലരും ഇൻസ്റ്റഗ്രാം വഴിയും കൂടാതെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും വെച്ചാണ് പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. എന്നാൽ പെൺകുട്ടിയുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുള്ളതിനാൽ കേസിൽ 62 പ്രതികളുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത കുറവുണ്ട്. പെൺകുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പെൺകുട്ടി വ്യക്തമായ സൂചന നൽകിയവരിൽ ശേഷിക്കുന്ന പ്രതികളെയും ഉടൻ തന്നെ പിടികൂടാനുള്ള നീക്കത്തിലാണ് പോലീസ്. 24 പത്തനംതിട്ട. മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തുവെന്ന പരാതി. നാട്ടുകാരും അകന്ന ബന്ധുക്കളും ഉൾപ്പെടെ യുവതിയെ ഭീഷണിപ്പെടുത്തി വിവിധയിടങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്ന് പോലീസ് പറയുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് ഞെട്ടിക്കുന്ന ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തുവന്നത്. യുവതി മാനസിക വെല്ലുവിളി നേരിടുന്നത് കൊണ്ട് തന്നെ ഒന്നും പുറത്തു പറയില്ലെന്നും പിടിക്കപ്പെടില്ലെന്നുമുള്ള ധൈര്യമായിരുന്നു പ്രതികൾക്ക്. 2022-23 വർഷത്തിലാണ് യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായതെന്ന് എഫ്ഐആറിൽ പറയുന്നു. അയൽവാസിയായ മുഖ്യപ്രതിയുമായി 2015 മുതൽ പരിചയമുണ്ട്. ഇയാൾ പലയിടങ്ങളിലായി കൊണ്ടുപോയി കാഴ്ചവെച്ചു എന്നാണ് പരാതി. ചൂഷണം ചെയ്തത് നാട്ടുകാരും അകന്ന ബന്ധുക്കളുമടക്കം 8 പേർ. ദിവസങ്ങൾക്ക് മുൻപാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതെന്ന് സഹോദരൻ 24-നോട്. എൻ്റെ സഹോദരനെ കൊണ്ട് എൻ്റെ അയൽവാസി പിന്നെ പല ആളുകൾക്കും കൊണ്ട് കാഴ്ചവെക്കുകയും അതുപോലെ പല സാമ്പത്തിക സഹായം നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നീതി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞത്. പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും മാനന്തവാടി, കോഴിക്കോട്, മഞ്ചേരി, അരീക്കോട് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് പറയുന്നു. ഒരു പ്രതി യുവതിയുടെ 15 പവൻ സ്വർണവും 40,000 രൂപയും കവർന്നു. 38-കാരിയായ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. നിലവിൽ ഇവർ ചികിത്സയിലാണ്. കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അന്വേഷണം നടക്കുന്നുവെന്ന് പോലീസ്. 24 മലപ്പുറം. നടി ഹണി റോസിന്റെ പരാതിക്ക് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ. പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. ഇന്നലെയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. നടിയുടെ വസ്ത്രധാരണത്തിനെതിരായ ചാനൽ ചർച്ചകളിലെ രാഹുൽ ഈശ്വറിന്റെ പരാമർശങ്ങൾക്കെതിരെയാണ് പരാതി. രാഹുലിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശി സലീം കൂടി രംഗത്തെത്തി. 2 പരാതികളിലും പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. കേസിൽ കസ്റ്റഡി ഉണ്ടാകുമെന്ന സൂചന ലഭിച്ചതോടെയാണ് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചത്. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. രാഹുലിൻ്റേത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന പരാമർശമല്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. ഹണി റോസിനെതിരെ മോശം കമന്റ് ഇട്ടു എന്ന കേസിൽ കൂടുതൽ പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നറിയിപ്പ്. സ്ത്രീകൾക്കെതിരെ ആരുടെ ഭാഗത്തുനിന്ന് തെറ്റായ പ്രവണതയുണ്ടായാലും നേരിടും. നോക്കിലോ വാക്കിലോ സ്ത്രീകളുടെ തെറ്റായ രീതി പാടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ അതിലെല്ലാം കർക്കശമായ നിലപാട് തന്നെ സ്വീകരിച്ചു പോവുകയാണ്. എല്ലാ പൊതു ഇടങ്ങളും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തുണ്ടായാലും അതെല്ലാം കർക്കശമായി തന്നെ നേരിടുന്ന നിലപാട് സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നാളെ വയനാട്ടിൽ. ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെ സന്ദർശിക്കും. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIM സുൽത്താൻ ബത്തേരിയിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യാനാണ് എം വി ഗോവിന്ദൻ എത്തുന്നത്. സമരത്തിന് മുൻപ് ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ വീട് സന്ദർശിക്കും. NM വിജയന്റെ കുടുംബത്തെ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചില്ല എന്ന പരാതിക്കിടെയാണ് എം വി ഗോവിന്ദന്റെ സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. കൽപ്പറ്റയിൽ INTUC കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന വി ഡി സതീശനും NM വിജയന്റെ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട്. തൃശൂർ പീച്ചി ഡാമിലെ റിസർവോയറിൽ വീണ 4 കുട്ടികളിൽ 3 കുട്ടികളുടെ നില ഗുരുതരമായി തുടരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ഡോക്ടേഴ്സിനെ കൂടി ചികിത്സാ സംഘത്തിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. പരുക്കേറ്റ കുട്ടികളെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് മാറ്റി.
സുഹൃത്തിന്റെ വീട്ടിൽ തിരുനാൾ ആഘോഷത്തിന് വന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. പാറയിൽ കാൽവഴുതി വീണെന്നാണ് നിഗമനം. പട്ടിക്കാട് സ്വദേശികളായ ആൻ ഗ്രേസ്, അലീന, എറിൻ, പീച്ചി സ്വദേശി നിമ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ നിമ ഒഴികെയുള്ള കുട്ടികളാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നത്. പീച്ചി ഡാം റിസർവോയർ കാണാൻ വന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേർ പാറയിൽ കാൽവഴുതി വീഴുകയായിരുന്നു. രക്ഷിക്കാനിറങ്ങിയ മറ്റു 2 പേരും വെള്ളത്തിലേക്ക് വീണു. അപകട മേഖലയിലാണ് പെൺകുട്ടികൾ വീണത്. ചികിത്സയുമായി ബന്ധപ്പെട്ടൊരു പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 പേർക്ക് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ചെറിയ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. എന്നാൽ വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. 3 പേരുടെയും ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയെന്ന് ജൂബിലി മിഷൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 24 തൃശൂർ. നാടിനെ ഭീതിയിലാക്കിയ കടുവയെ പിടികൂടാൻ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ രാപ്പകൽ തിരച്ചിലിനായി കുങ്കിയാനകളായ കോന്നി സുരേന്ദ്രനെയും വിക്രമിനെയും അമരക്കുനിയിൽ എത്തിച്ചു. പ്രദേശത്ത് കടുവ സാന്നിധ്യം ഉറപ്പായതോടെ 3ാമത്തെ കൂടും സ്ഥാപിച്ചു. ചീഫ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ ഇന്ന് രാവിലെ എത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 3 സംഘങ്ങളായി തിരിഞ്ഞ് അമരക്കുനി അരിച്ചുപെറുക്കി. കവലയിലെ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിൽ കടുവ സാന്നിധ്യത്തിന്റെ സൂചനകൾ നൽകുന്ന കാഷ്ടം അടക്കമുള്ള അവശിഷ്ടങ്ങൾ കിട്ടി. ഇവിടെ 3ാമത്തെ കൂട് സ്ഥാപിച്ചു. നേരത്തെ 2 ആടുകളെ കൊന്നിട്ട സ്ഥലത്ത് സ്ഥാപിച്ച കൂടുകളും സ്ഥാനം മാറ്റി. ഒപ്പം ക്യാമറ ട്രാപ്പുകളും നിരീക്ഷണ ക്യാമറകളും. വിക്രം, സുരേന്ദ്രൻ തുടങ്ങിയ കുങ്കിയാനകൾ അമരക്കുനിയിലേക്കെത്തി. നാളെ രാവിലെ തെരച്ചിലിന് ഇവയെ ഉപയോഗിക്കും. കുങ്കി പെട്രോളിംഗ് നാളെ ആരംഭിക്കുന്നതാണ്. അതുകൂടാതെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയും നമ്മൾ രാത്രികാലത്ത് നടത്തുന്നതാണ്. കുറ്റിക്കാടുകളും കാപ്പിത്തോട്ടങ്ങളും നിറഞ്ഞതാണ് അമരക്കുനി. കടുവ ഇറങ്ങിയതോടെ കാപ്പി പറിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ നിർത്തിവച്ചിരിക്കുകയാണ് നാട്ടുകാർ. വനം വകുപ്പിന്റെ ദൗത്യം വിജയിച്ചാൽ മാത്രമേ ഇവർക്ക് സ്വസ്ഥമായ ജീവിതം വീണ്ടെടുക്കാൻ കഴിയൂ. കടുവ അവസാനം ക്യാമറ ട്രാപ്പിൽ കുടുങ്ങിയത് 2 ദിവസം മുമ്പാണ്. ഇന്ന് നൈറ്റ് പട്രോളിംഗും തെർമൽ ഡ്രോൺ നിരീക്ഷണവും തുടരും. 3 കൂടുകളിൽ ഒന്നിൽ കടുവ വീഴുമെന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. ഒപ്പം നാട്ടുകാരുടെയും. അമരക്കുനിയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24. ഇടുക്കി ഉപ്പുകുന്നിലും പാലക്കാട് കല്ലിക്കോടും കാട്ടുപന്നിയുടെ ആക്രമണം. ഉപ്പുകുന്നിൽ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. കല്ലിക്കോട് സ്കൂട്ടർ യാത്രക്കാരിയെ കാട്ടുപന്നി ഇടിച്ചു തെറിപ്പിച്ചു. ഇതിനിടെ തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയായ കബാലി കാർ ആക്രമിച്ചു. ഇടുക്കി ഉപ്പുകുന്ന് പൊന്തംപ്ലാക്കൽ PR രാജനാണ് കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റത്. പുലർച്ചെ ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം. കൈക്ക് ഗുരുതര പരിക്കേറ്റ രാജനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാലക്കാട് കല്ലടിക്കോട് ദേശീയപാതയിൽ കാട്ടുപന്നി സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു തെറിപ്പിച്ചു. ദേശീയപാതയിൽ മാപ്പിള സ്കൂളിന് സമീപം ഇന്ന് രാവിലെ 10:45ഓടെയാണ് സംഭവം. സ്കൂട്ടർ യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രദേശത്ത് ഏറെ നേരം കാട്ടുപന്നി ഭീതി പരത്തി. പിന്നീട് കാട്ടുപന്നി എങ്ങോട്ട് പോയെന്ന് വ്യക്തമായില്ല. അതിരപ്പള്ളിയിൽ കൊമ്പൻ കബാലി കാർ ആക്രമിച്ചു. പിറവത്ത് നിന്ന് മലക്കപ്പാറയിലേക്ക് പോവുകയായിരുന്ന വിനോദസഞ്ചാരികളുടെ കാറാണ് ആക്രമിച്ചത്. കാറിന്റെ ബോണറ്റിന് കേടുപാടുകൾ വരുത്തി. വിനോദസഞ്ചാരികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 24 ഇടുക്കി. 4 ദിവസമായിട്ടും നിയന്ത്രണ വിധേയമാക്കാനാകാതെ അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലെ കാട്ടുതീ. അതിവേഗത്തിൽ വീശുന്ന കാറ്റിൽ തീ കൂടുതലിടങ്ങളിലേക്ക് പടരുകയാണ്. കാട്ടുതീയിൽ മരണം 16ആയി. മാൻഡേവില്ലിലെ തീ നിയന്ത്രണ വിധേയമാക്കിയത് രക്ഷാപ്രവർത്തകർക്ക് ആശ്വാസമായി. പസഫിക് പാലിസേഡ്സിൽ കാട്ടുതീ കിഴക്കൻ മേഖലയിലേക്ക് പടരാതിരിക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വെള്ളം താഴേക്ക് ഒഴുക്കുകയാണ്. എന്നാൽ മണിക്കൂറിൽ 112 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റ് സ്ഥിതിഗതികൾ വഷളാക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രെൻവുഡ്, സാൻ ഫ്രണ്ടാൻഡോ താഴ്വര എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ പേരെ ഒഴിപ്പിക്കും. പസഫിക് പാലിസേഡ്സിൽ മാത്രം ഇതുവരെ 22,000 ഏക്കർ ഭൂമി അഗ്നിക്കിരയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ലോസ് ആഞ്ചലസിൽ നഗരത്തിൽ 4 ദിവസം മുമ്പ് ആരംഭിച്ച കാട്ടുതീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇപ്പോഴും 3 നഗരങ്ങളിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ 37,000 ഏക്കറുകൾ കത്തി നശിച്ചു. പുതുതായി 1,66,000 പേരെ ഒഴിപ്പിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇതുവരെ 12,000-ലധികം വീടുകൾ കത്തിനശിച്ചു. 57,000 കെട്ടിടങ്ങൾക്ക് നിലവിൽ കാട്ടുതീ ഭീഷണിയുണ്ട്. ആയിരക്കണക്കിന് പേർ ഭവനരഹിതരായി. കനത്ത പുക മൂലം ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15,000 കോടിയിലധികം ഡോളറിന്റെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇൻഷുറൻസ് കമ്പനികൾക്ക് ഫെഡറൽ സഹായം നൽകുമെന്നും ഭവനവായ്പാ തിരിച്ചടവിന് കൂടുതൽ സാവകാശം നൽകുമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24.
സംസ്ഥാനത്ത് വിവിധ വാഹനാപകടങ്ങളിൽ ഇന്ന് 4 മരണം. തൃശൂർ ഒല്ലൂരിൽ KSRTC ബസ് ഇടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. കോട്ടയത്ത് വ്യത്യസ്ത അപകടങ്ങളിൽ വീട്ടമ്മയ്ക്കും യുവാവിനും ജീവൻ നഷ്ടമായി. അപകടങ്ങളിൽ 15 പേർക്ക് പരിക്കേറ്റു. തൃശൂർ ഒല്ലൂർ ചീരാച്ചിയിൽ KSRTC ബസ് ഇടിച്ചാണ് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചത്. ചിയാരം വാകയിൽ റോഡ് സ്വദേശികളായ പൊറാട്ടുകര വീട്ടിൽ ദേവസിയുടെ ഭാര്യ എൽസി, പൊറാട്ടുകര വീട്ടിൽ റാഫേലിന്റെ ഭാര്യ മേരി എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു അപകടം. കുർബാനയ്ക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോയ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. കോട്ടയം ഏറ്റുമാനൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് വീട്ടമ്മയും, ഈരാറ്റുപേട്ടയിൽ കാർ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചുകയറി യുവാവും മരിച്ചു. കാക്കനാട് ഇൻഫോ പാർക്ക് സ്വദേശി എൽസി മാത്യുവും കൊണ്ടൂർ സ്വദേശി അബ്ദുൽ ഖാദറുമാണ് മരിച്ചത്. കണ്ണൂർ ചെറുപുഴയിൽ കുട്ടികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. സൺഡേ സ്കൂൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. 6 കുട്ടികൾ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ട്രാവലർ മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ട്രാവലർ പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ അഴിഞ്ഞാടാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അകറ്റി നിർത്തേണ്ട വർഗീയ ശക്തികളെ UDF കൂടെ കൂട്ടുന്നു. കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുന്നു. ഇത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. രണ്ടും അപകടകരം, രണ്ടും ഇവിടെ വേണ്ട എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയതയെ അകറ്റി നിർത്തണം. വർഗീയത ഭൂരിപക്ഷ വർഗീയതയാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളും കലാപങ്ങളും കൊലകളും കൂട്ടക്കൊലകളും വംശഹത്യയും വരെ നടത്തിയിട്ടുള്ളത്. അത് ന്യൂനപക്ഷത്തിനിടക്ക് സ്വാഭാവികമായി ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കി. അതിന്റെ ഭാഗമായി തെറ്റായ ചില ധാരണകൾ ചില ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ സൃഷ്ടിച്ചു. അവരാലോചിച്ചത് ആ മാർഗം ഞങ്ങൾക്കും സ്വീകരിക്കാലോ എന്ന് ചിന്തിക്കുന്ന ചിലര് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുണ്ടായി. അതിന്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയത രൂപമെടുത്തു. പക്ഷേ നാം കാണേണ്ടത് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് പ്രോത്സാഹനമേ ആകും. അങ്ങേയറ്റം ആത്മഹത്യാപരമായ നിലപാടാണത്. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി R. നാസർ തുടരും. MLA-മാരായ U. പ്രതിഭയും MS. അരുൺകുമാറും ഉൾപ്പെടെ 4 പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റിയിലെത്തി. ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷാ ഫേസ്ബുക്കിലൂടെ പരസ്യ വിമർശനവുമായി എത്തി. 2018 മുതൽ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് R. നാസർ. വിഭാഗീയതയും സംഘടനാ പ്രശ്നങ്ങളും തുടരുന്ന ജില്ലയിൽ പാർട്ടിയെ നയിക്കുക വലിയ വെല്ലുവിളി. MLA-മാരായ U. പ്രതിഭ, MS. അരുൺകുമാർ, മാരാരിക്കുളം ആലപ്പുഴ ഏരിയ സെക്രട്ടറിമാരായ P. രഘുനാഥ്, അജയ് സുധീന്ദ്രൻ എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലെത്തിയ പുതുമുഖങ്ങൾ. M. സുരേന്ദ്രൻ, G. വേണുഗോപാൽ എന്നിവരെ പ്രായപരിധി കണക്കിലെടുത്ത് ഒഴിവാക്കി. ജില്ലാ കമ്മിറ്റിയിൽ ഒഴിവാക്കപ്പെട്ട N. ശിവദാസൻ, ജലജ ചന്ദ്രൻ, V. അരവിന്ദാക്ഷൻ എന്നിവർ ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ അടുത്ത അനുയായികളാണ്. ശിവദാസൻ, അരവിന്ദാക്ഷൻ എന്നിവർക്കെതിരെ സജി ചെറിയാൻ വിഭാഗം അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുമെന്ന് കരുതിയ കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷാ ഭാസ്കരൻ ഉൾപ്പെടെ ഒഴിവാക്കപ്പെട്ടു. ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ അബിൻ ഷാ ഫേസ്ബുക്കിലൂടെ വിമർശനം ഉന്നയിച്ചു. പിന്നീട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. 3 ദിവസമായി നടന്ന സമ്മേളനത്തിൽ മുഴുവൻ സമയവും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു. 24 ആലപ്പുഴ. സംസ്ഥാനത്ത് നാളെ നിശ്ചയിച്ച സമരത്തിൽ മാറ്റമില്ല എന്ന് പെട്രോൾ പമ്പ് ഉടമകൾ. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടാനാണ് തീരുമാനം. കോഴിക്കോട് എലത്തൂരിൽ ഡീലർമാരെ ടാങ്കർ ലോറി ഡ്രൈവേഴ്സ് കയ്യേറ്റം ചെയ്തുവെന്ന് ആരോപിച്ചാണ് സമരം. KSRTC പെട്രോൾ പമ്പുകൾ നാളെ പ്രവർത്തിക്കും. ശബരിമല മണ്ഡലകാലം പ്രമാണിച്ച് കോന്നി, റാന്നി, കോഴഞ്ചേരി, അടൂർ താലൂക്കുകൾ, ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങൾ നാളത്തെ പെട്രോളിയം സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എരുമേലിയിലും പമ്പുകൾ തുറന്നു തന്നെ പ്രവർത്തിക്കും. മകരസംക്രമ സന്ധ്യയിൽ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമായി. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്കാണ് തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങിയത്. മകരവിളക്ക് ദിവസം തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. ആചാരപ്പെരുമയിൽ തന്നെയാണ് ഇത്തവണത്തെയും തിരുവാഭരണ ഘോഷയാത്ര. പന്തളം കൊട്ടാരത്തിൽ നിന്നും രാവിലെ തന്നെ തിരുവാഭരണം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് മാറ്റി. തുടർന്ന് 12 മണിവരെ ഭക്തജനങ്ങൾക്ക് കാണാനുള്ള അവസരമൊരുക്കി. ശേഷം പ്രത്യേക പൂജകൾ. കൃത്യം 1 മണിക്ക് തന്നെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്നും ശബരിമലയിലേക്ക് പുറപ്പെട്ടു.
പന്തളം കൊട്ടാരത്തിലെ തൃക്കേട്ടനാൾ രാജരാജവർമ്മയാണ് ഇത്തവണ യാത്ര നയിക്കുന്നത്. ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി പൂജിച്ച ഉടവാൾ രാജരാജവർമ്മയ്ക്ക് കൈമാറി. പരമ്പരാഗത കാനനപാതയിലൂടെ സഞ്ചരിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് അയിരൂർ ക്ഷേത്രത്തിൽ വിശ്രമിക്കും. നാളെ ലാഹയിലെ ദേവസ്വം ബോർഡ് സത്രത്തിലാണ് വിശ്രമം. 11 പേടകം തുറന്ന് തിരുവാഭരണം ദർശിക്കാൻ അവസരമൊരുക്കും. ഇത്തവണയും ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള 26 സംഘമാണ് തിരുവാഭരണം വഹിക്കുന്നത്. മകരവിളക്ക് ദിവസം 5 മണിയോടെ ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്ര ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കും. തുടർന്നാണ് സന്നിധാനത്തെ ചടങ്ങുകൾ. 24 പത്തനംതിട്ട. കണ്ണൂർ കണ്ണവം വനത്തിൽ കാണാതായ സിന്ധുവിനായി തിരച്ചിൽ തുടരുന്നു. സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സഹായത്തോടെ വിവിധ സ്ക്വാഡുകളിലായി തിരഞ്ഞായിരുന്നു ഉൾവനത്തിലെ ഇന്നത്തെ തിരച്ചിൽ. വനമേഖലയിലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പഴയ ക്വാറികളും മറ്റു ജലാശയങ്ങളിലും പരിശോധന നടത്താൻ അണ്ടർ വാട്ടർ ഡ്രോൺ എത്തിക്കും. സിന്ധു എവിടെ? ഈ ചോദ്യത്തിന് ഒരു നാടൊന്നാകെ ഉത്തരം തേടുകയാണ്. ഡിസംബർ 31 വിറക് ശേഖരിക്കാൻ വനത്തിൽ പോയ സിന്ധു പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഇന്നേക്ക് 13 ദിവസമായി. ഒരു സൂചന പോലുമില്ല. സിന്ധുവിനെ കണ്ടെത്താൻ എല്ലാ സാധ്യതകളും തേടുകയാണ് പോലീസും നാട്ടുകാരും. വനത്തിലുള്ള ദുഷ്കരമാണ്. അത് നമ്മൾ കാടറിയുന്ന ആൾക്കാരെ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. വനത്തിലെ തിരച്ചിലിനൊപ്പം പ്രദേശത്തെ ജലാശയങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പഴയ കോറികളിലും തിരച്ചിൽ നടത്തും. ഇതിനായി അണ്ടർ വാട്ടർ ഡ്രോൺ എത്തിക്കാനാണ് തീരുമാനം. എല്ലാ രാഷ്ട്രീയ പാർട്ടിൻ്റെയും സന്നദ്ധ സംഘടനകളും ഇന്നിപ്പോഴേ അവിടെ ഇറങ്ങിയിരിക്കുകയാണ് പല സ്ഥലത്തുമായിട്ട്. വെള്ളത്തിലും അതുപോലെ തന്നെ അതോടൊപ്പം ഫയർ എഞ്ചിനും പോലീസും ഒക്കെ തന്നെ തെരച്ചിൽ നടത്തുകയാണ്. കാടിനെ നന്നായി അറിയുന്ന നാട്ടുകാരുടെ സ്ക്വാഡ് തിരിഞ്ഞുള്ള തെരച്ചിൽ നാളെയും തുടരും. സിന്ധു സുരക്ഷിതമായി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കുടുംബം. 24 കണ്ണൂർ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേരികളുടെ പേരിൽ AAP BJP പോര്. BJPയുടേത് ചേരികൾ ഒഴിപ്പിക്കാനുള്ള ശ്രമമെന്ന ആം ആദ്മി പാർട്ടിയും പുനരധിവാസം AAP തടസ്സപ്പെടുത്തുന്നുവെന്ന് BJPയും കുറ്റപ്പെടുത്തി. കോൺഗ്രസ് ക്യാമ്പിന് ആവേശമായി രാഹുൽ ഗാന്ധി നാളെ പ്രചാരണത്തിനിറങ്ങും. ഡൽഹിയിലെ ചേരിയെ ചൊല്ലിയുള്ള തർക്കം ആം ആദ്മി പാർട്ടിയുടെയും BJPയുടെയും ഇടയിൽ മുറുകുന്നു. ചേരികളിലെ ജനങ്ങളുടെ പുനരധിവാസം ഡൽഹി സർക്കാർ തടസ്സപ്പെടുത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ മറുപടി. 10वीं गारंटी जो है पक्का घर टू पीपल लिविंग इन स्लम्स अंडर द जहां झुकी वहीं मकान स्कीम. अनऑथराइज कॉलोनीज की रेगुलराइजेशन का मुद्दा जहां तक मुझे याद है 2006 से चल रहा है और इस पे काम स्टेट गवर्नमेंट को करना था. हमने प्रधानमंत्री आवास योजना तो दिल्ली में जून 2015 में सारे देश में कर ली थी. ആം ആദ്മി BJP പോര് മുതലെടുത്താണ് കോൺഗ്രസിന്റെ പ്രചാരണം. കേന്ദ്ര ഡൽഹി സർക്കാരുകൾ യുവാക്കളെ കൈയൊഴിഞ്ഞെന്ന് വിമർശിച്ച കോൺഗ്രസ് തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് ഒരു വർഷത്തേക്ക് പ്രതിമാസം 8500 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചു. दिल्ली प्रदेश में जो लोग रहते हैं, जो शिक्षित लड़के लड़कियां हैं, जो बेरोजगार हैं, जिनको मौका नहीं मिल पा रहा है, उनकी मदद करने के लिए हम लोग उनको कंपनीज के माध्यम से, फैक्ट्रीज के माध्यम से उनको अब्जॉर्ब करवाएं और 8,500 रुपये प्रति माह 1 वर्ष तक उनको ट्रेनिंग के लिए दें ताकि वो अपनी गुणवत्ता को बढ़ा सकें. നാളെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാർട്ടിക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങും. സിലംപൂരിൽ ജയ് ഭീം ജയ് സംവിധാൻ എന്ന റാലിയെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യും. 24 ഡൽഹി. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞ തീയതികളിൽ സംശയം പ്രകടിപ്പിച്ച സമൂഹമാധ്യമങ്ങളിൽ വൻ ചർച്ച. മന്ത്രി പറഞ്ഞ സമയം ടീമിന്റെ ഇന്റർനാഷണൽ ബ്രേക്ക് അല്ല എന്നതാണ് സംശയത്തിന് കാരണം. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിലുണ്ടാവും. ഫുട്ബോൾ ആരാധകർക്കെല്ലാം ആവേശം നൽകുന്നതായിരുന്നു കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഈ പ്രഖ്യാപനം. 2 മത്സരങ്ങളിൽ കളിക്കുന്നതിനൊപ്പം മെസ്സി പൊതുപരിപാടിയിൽ പങ്കെടുക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. എന്നാൽ മന്ത്രി പറഞ്ഞ ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെയുള്ള തീയതികളിൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്താൻ സാധ്യതയില്ലെന്നാണ് സമൂഹമാധ്യമ ചർച്ചകൾ. 2030 വരെയുള്ള ഇന്റർനാഷണൽ ബ്രേക്ക് അഥവാ ദേശീയ ടീമുകളുടെ മത്സരം നടത്താനുള്ള സമയത്തിന്റെ തീയതികൾ 2023 തന്നെ ഫിഫ പുറത്തുവിട്ടിരുന്നു. ഒക്ടോബർ 6 മുതൽ 14 വരെയും നവംബർ 10 മുതൽ 18 വരെയുമാണ് ഇന്റർനാഷണൽ ബ്രേക്ക്. അതായത് മന്ത്രി പറഞ്ഞ സമയം ഇന്റർനാഷണൽ ബ്രേക്ക് അല്ല.
പോരാത്തതിന് മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് ഒക്ടോബർ 19 വരെ റെഗുലർ മത്സരങ്ങളുമുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. അതേസമയം ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മെസ്സിയുടെ വരവിനായി. സ്പോർട്സ് ഡെസ്ക് 24. ഫിഷറീസ് വകുപ്പിലേക്ക് നടന്ന നിയമനങ്ങളിലെ ചോദ്യപേപ്പർ ചോർത്തിയതായി പരാതി. കുഫോസിലെ വിദ്യാർത്ഥികൾക്കായി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് നടന്ന PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി എന്നതാണ് പരാതി. സംഭവത്തിൽ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് കൂട്ടപരാതി ലഭിച്ചുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. പരാതികളുടെ പകർപ്പ് 24 ലഭിച്ചു. 24 ഇൻവെസ്റ്റിഗേഷൻ. ഫിഷറീസ് വകുപ്പിന് കീഴിലെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് നടന്ന നിയമനങ്ങളിലെ ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് പരാതി. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് കൂട്ടപ്പരാതി ലഭിച്ചിരുന്നു. 2020 വിജ്ഞാപന പ്രകാരം 3690 പേർ പരീക്ഷ എഴുതി. 2022 നവംബർ 28 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 2023 ജനുവരി 25 നടന്ന 38 നിയമനങ്ങളിൽ 35 പേരും കുഫോസിലെ വിദ്യാർത്ഥികളാണ്. ഫിഷറീസ് വകുപ്പിൽ 12 വർഷം സർവീസ് ഉള്ളവർ ഉൾപ്പെടെ പരീക്ഷ എഴുതിയിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കുഫോസിലെ വിദ്യാർത്ഥികൾ. BSc സുവോളജി മാനദണ്ഡമുണ്ടായിരുന്ന തസ്തികയിലേക്ക് BFSc വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയത് ചുരുങ്ങിയ കാലം മുമ്പ്. സിലബസിൽ ഉൾപ്പെടെ മേൽക്കൈയില്ലാതിരുന്നിട്ടും റാങ്ക് ലിസ്റ്റിൽ കുഫോസിലെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ഇടം പിടിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ PSCയോടക്കം വിവരാവകാശ നിയമപ്രകാരം 24 വിശദാംശങ്ങൾ തേടി മാസങ്ങളായെങ്കിലും മറുപടിയില്ല. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറായി നിയമനം നേടിയവരുടെ പ്രൊബേഷൻ സ്റ്റേ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നതാണ് പരാതിക്കാരുടെ ആവശ്യം. സൂരജ് ജി, 24. KPCC രാഷ്ട്രീയകാര്യ സമിതി മാറ്റിവെച്ചതിൽ AICC നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അസൌകര്യം അറിയിച്ചതിനെ തുടർന്നാണ് യോഗം മാറ്റിയത് എന്നാണ് KPCC നേതൃത്വത്തിന്റെ വിശദീകരണം. അവസാന നിമിഷം യോഗം മാറ്റിയതിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർക്ക് വിയോജിപ്പുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ, വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ്, സർക്കാരിനെതിരായ സമരങ്ങൾ, പുനഃസംഘടന, ഇത്തരം സുപ്രധാന വിഷയങ്ങളാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിട്ട് നാളുകളായെന്ന് പാർട്ടിക്കുള്ളിലും മുറുമുറുപ്പുണ്ട്. പ്രതിപക്ഷ നേതാവിന് അസൗകര്യമുണ്ട്, ജനപ്രതിനിധികൾക്ക് മണ്ഡലങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുണ്ട് തുടങ്ങിയവയാണ് യോഗം മാറ്റിവെച്ചതിന് നേതൃത്വം നൽകുന്ന വിശദീകരണം. എന്നാൽ യോഗത്തിൽ പങ്കെടുക്കാൻ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തിരുവനന്തപുരത്തെത്തിയിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയാകട്ടെ ഇന്ന് തലസ്ഥാനത്ത് എത്തേണ്ടതായിരുന്നു. അവസാന നിമിഷം യോഗം മാറ്റിവെച്ച രീതിയോട് ദീപദാസ് മുൻഷി കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയതായാണ് വിവരം. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സമയമില്ലേ എന്ന വിമർശനവും ദേശീയ നേതൃത്വത്തിനുണ്ട്. ഇന്നലെ ചേർന്ന UDF കക്ഷി നേതാക്കളുടെ യോഗത്തിൽ K സുധാകരൻ വിട്ടുനിന്നതും KPCC ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ദിരാഭവനിലെത്തിയ VD സതീശൻ യോഗം കൃത്യസമയത്ത് തുടങ്ങാത്തതിനെ തുടർന്ന് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ മടങ്ങിപ്പോയതും നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഭാഗമാണെന്നും ദേശീയ നേതൃത്വം വിലയിരുത്തുന്നു. 24 തിരുവനന്തപുരം. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് ദൌത്യം വൈകും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം ഇന്ന് 3 മീറ്റർ വരെയാക്കി. വിശദമായി സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഡോക്കിംഗ് നടത്തുമെന്നാണ് ISROയുടെ അറിയിപ്പ്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ചരിത്ര ദൌത്യം ഇന്ന് പൂർത്തീകരിക്കാനാകുമെന്നാണ് രാവിലെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 500 മീറ്റർ അകലത്തിലായിരുന്ന ഉപഗ്രഹങ്ങളെ ഇന്ന് രാവിലെയോടെ 15 മീറ്റർ അകലത്തിലേക്ക് എത്തിച്ചു. പിന്നീട് ഇത് 3 മീറ്റർ മാത്രമാക്കി ചുരുക്കി. മിനിറ്റുകൾക്കുള്ളിൽ ഡോക്കിംഗ് നടക്കുമെന്ന് ശാസ്ത്രലോകം പ്രതീക്ഷിച്ചെങ്കിലും നീക്കം ട്രയൽ ആയിരുന്നുവെന്ന് ISRO അറിയിച്ചു. ചേസറും ടാർഗറ്റും തമ്മിൽ ആശയവിനിമയം നടത്തി ചിത്രങ്ങളെടുത്തു. ട്രയലിന് ശേഷം ഉപഗ്രഹങ്ങളെ സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റിയെന്നാണ് ISROയുടെ അറിയിപ്പ്. 500 മീറ്റർ അകലത്തിനുള്ളിലാണെന്നാണ് സൂചന. ഇനിയുള്ള നീക്കം ഡോക്കിംഗിലേക്കാകും. സാഹചര്യം ഒത്തുവന്നാൽ വരും ദിവസങ്ങളിൽ തന്നെ അത് പ്രതീക്ഷിക്കാം. 2 തവണ തീയതി പ്രഖ്യാപിച്ചെങ്കിലും അന്ന് ഡോക്കിംഗ് സാധ്യമായിരുന്നില്ല. 24 ചെന്നൈ. 24 റൗണ്ട് പൂർണ്ണമാകുന്നു.